വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒരു കാരമൽ പുഡിംഗ് ഉണ്ടാക്കിയാലോ? ആദ്യം പാന് വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് അതിലേക്ക് പഞ്ചസാരയിട്ട് പതുക്കെ കാരമലൈസ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെള്ളമാണ്, നിങ്ങൾക്ക് അതിന് പകരം ബട്ടറും യൂസ് ചെയ്തു ചെയ്യാം. ഇനി ഈ കാരമലൈസ് ചെയ്ത് ഷുഗർ നമുക്ക് ഒരു ട്രേയിലോട്ട് മാറ്റാം. എന്റെ കയ്യിൽ ചെറിയ ട്രേ ഇല്ലാത്തതിനാലാണ് ഞാൻ ഇത്രയും വലിയ ട്രേ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് ഷേപ്പിൽ പൊട്ടാതെ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ചെറിയ ബൗളായിരിക്കും. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഇടുക. അതിലേക്ക് 3½ ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 കപ്പ് പാലുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് പാലിന്റെ 1/4 കപ്പ് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ആ മാറ്റിവെച്ച പാലിലേക്ക് കോൺഫ്ലവർ ചേർത്തലക്ക് ഇതുകൂടെ ആ മിക്സിലോട്ട് ചേർക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിലോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ഒരു പാത്രത്തിൽ വെച്ച് ആവി കയറ്റാം. ഞാനൊരു 40 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വേവാൻ വേണ്ടി. മുട്ടയുടെ മണം വരാതിരിക്കാൻ വേണ്ടി വാനില എസൻസ് നമുക്ക് ചേർക്കാവുന്നതാണ്. 30 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കാരമൽ പുഡിംഗ് റെഡി ആയിട്ടുണ്ടാവും. ചെറിയ ബൗൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം കറക്റ്റ് ഷേപ്പിന് കിട്ടും. എന്റെ കയ്യിൽ ചെറിയ ബൗൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വലിയ ബൗൾ യൂസ് ചെയ്തത്. പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു.